ഇൻ കേസ് അത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു NFC കാർഡ് ഉണ്ട്. അത് ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ മെഷീൻ ഓൺ ആവത്തുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ് മച്ചാൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ഇലക്ട്രിക് വെഹിക്കിളാണ്. കാരണം കുറേ ആൾക്കാർക്ക് സംശയമുള്ള ഒരു വണ്ടിയും കൂടെയാണ്. കാരണം ഈ വണ്ടിയുടെ ഒരു മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു അവൈലബിലിറ്റിയും കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇറ്റ്സ് BYD, ബിൽഡ് യുവർ ഡ്രീം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ക്ഷണിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സാറിനെയാണ്. സർ, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ സുദേവ് നായർ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നമ്മുടെ അക്കോയി ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഓണറാണ്. അപ്പം സാറാണ് നമ്മുടെ അടുത്തുള്ളത്. സാർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. നേരെ വീഡിയോയിലേക്ക് പോകാം. സർ, BYD എല്ലാവരുടെയും ഒരു ഡ്രീം കാറും കൂടെയാണ്. ഈ വണ്ടി എവിടെ നിന്നാണ് സാർ എടുക്കുന്നത്? ഇത് എറണാകുളത്തെ EVM സൗത്ത് കോസ്റ്റ് BYD എന്ന് പറഞ്ഞ പ്രസ്ഥാനത്ത് നിന്ന് എടുക്കുന്നത് ആണ്. സാറിന്റെ വീട് എവിടെയാണ് വരുന്നത്? ഞാൻ ചങ്ങനാശ്ശേരിയാണ് സാർ. ചങ്ങനാശ്ശേരിയാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഏറ്റവും അടുത്തുള്ള ഒരു ഷോറൂമിൽ നിന്നാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാറിന് ആ ഒരു നിയർ ബൈ എന്നുള്ളത് എറണാകുളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അങ്ങനെയല്ല, BYD എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് 2 വർഷത്തോളമേ ആയിട്ടുള്ളൂ. മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് 1 വർഷം 3 മാസമായി. ആ ടൈമിൽ BYD സെയിൽസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ്. അപ്പം കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഈ സൗത്ത് പാർട്ടി വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് മാത്രമേ ഇപ്പോൾ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി കാലിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സ്റ്റിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ശരി. നമ്മളിപ്പം ഈ വണ്ടിക്ക് ഏകദേശം 4-5 കളറോളം വരുന്നുണ്ട്. അപ്പോൾ സാറിന് ആ ഇഷ്ടപ്പെട്ട കളർ തന്നെ ഷോറൂമിൽ നിന്ന് ലഭിച്ചിരുന്നു? അതെ, ഇഷ്ടപ്പെട്ട കളർ തന്നെ ലഭിച്ചിരുന്നു. ആക്ച്വലി ഇതിനു മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഗ്രേ ആയിരുന്നു, അതിനു മുമ്പ് ഉപയോഗിച്ചത് വൈറ്റ് ആയിരുന്നു. അപ്പം ഒന്നെങ്കിൽ ബ്ലൂ ഇല്ലെങ്കിൽ റെഡ് എടുക്കണമെന്നുള്ളായിരുന്നു ആഗ്രഹം. ഡിമാൻഡുള്ള കളർ അവർക്ക് വൈറ്റും ഒരു ഗ്രേ കളർ വരുന്നു. ശരി സാർ, അത് മാത്രം ചോദിക്കരുതെന്ന് പറഞ്ഞു. നമ്മളത് ചോദിക്കുന്നില്ല. റെഡ് എത്ര ദിവസം തരാൻ പറ്റും ചോദിച്ചു. ഒരു 20 ഡേയ്സിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു മാക്സിമം ഒരു 1 മന്തിനുള്ളിൽ വണ്ടി കിട്ടി. നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്ററാണ് ഹുണ്ടായി കോണ എന്ന് പറഞ്ഞ വണ്ടിയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MGയുടെ ZX EV എന്ന് പറയും. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ ഉള്ളപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിലേക്ക് ചോയ്സ് പോയത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അതിൽ നോക്കാറുണ്ട്. അതായത് മെയിൻലി കംഫർട്ട് നോക്കും. ഞാൻ വണ്ടി എടുക്കുമ്പോൾ നോക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് യാത്രാസുഖം, പിന്നെ രണ്ടാമതൊന്ന് സേഫ്റ്റി ഫീച്ചർ, പിന്നെ വണ്ടിക്കകത്തുള്ള ഫീച്ചേഴ്സ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം ഉണ്ടോ എന്നുള്ളത്. പിന്നെ മെയിൻ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ നോക്കേണ്ടത് മൈലേജ് ആണ്. നമുക്ക് ഫുൾ ചാർജിൽ എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ള റേഞ്ച് കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കണം. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇതിലോട്ട് വരാനിട്ടുണ്ട്. ചില യാത്രാസുഖം എപ്പോഴും കംഫർട്ട് വളരെ നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം അതിൽ ഏതൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടി ഈ പോകുന്ന ഒരു യാത്രാസുഖം ഈ വണ്ടിയിൽ ഞാൻ അത് ഫീൽ ചെയ്തു. രണ്ടാമത്തെ കാര്യം ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വണ്ടിയിലാണ്. അത് ഫർദർ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പം അതും ഇതിലോട്ട് വരാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത് മൈലേജ് ആണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് കേരള എപ്പോഴും ട്രാവലിംഗ് ഉള്ളതാണ്. എങ്ങനെ ബാംഗ്ലൂരും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പം അതിന് മൈലേജ് ഏറ്റവും കൂടുതൽ വേണം. അപ്പം ഈ പറഞ്ഞ വണ്ടികളെല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന വണ്ടിയാണ് ഇപ്പൊ എടുത്ത ആറ്റോ 3 എന്ന് പറഞ്ഞ ഈ മോഡൽ. 480 ആണ് ഇതിന് കിട്ടുന്ന മൈലേജ്. നമുക്കറിയാം ആറ്റോ 3ക്ക് ഉറപ്പായിട്ടും ഡൈമെൻഷൻ പരമായിട്ട് തന്നെ ഒരു 200 mm വ്യത്യാസം തന്നെ വരുന്നുണ്ട്. ഡൈമെൻഷൻ കൂടുതലാണ്. അപ്പോൾ ഈ ആറ്റോ 3ക്ക് ശരിക്കും പറഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട്. പ്രീമിയം, ഡൈനാമിക്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏത് ഓപ്ഷനാണ് സാറിന് ഓർമ്മയുണ്ടോ? അല്ല, ഞാൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് റീസെന്റ് ആയിട്ടാണ് ഈ പറഞ്ഞ 3 ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് സെൽ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ടെക്നോളജിയാണ്. പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ സാറിന് അതിനെക്കുറിച്ച്, ആ ബാറ്ററിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മെയിൻലി നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും കൺസേൺ എന്ന് വെച്ചാൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഈ കത്തുന്നതും പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ഒരുപാട് എല്ലാവർക്കും പേടിയാണ്. അപ്പം അതേ പേടി എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് വണ്ടി വേണോ എന്നുള്ളത് പല പ്രാവശ്യം ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അപ്പോഴാണ് ഇതിന്റെ ഒരു ടെക്നോളജി, ഈ പറഞ്ഞ ബ്ലേഡ് ടെക്നോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടെക്നോളജിയെ പറ്റി ഫുള്ള് പഠിക്കാനും, അത് ഇവരുടെ ഓൺ ടെക്നോളജി, ഇവർ ഇൻവെന്റ് ചെയ്ത ടെക്നോളജിയാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു ടെസ്റ്റ് ചെയ്യും അവര്, നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് എന്ന് പറയും. ഒരു ആണി കുത്തി ബാറ്ററിയിലോട് കുത്തി ഇറക്കും. നോർമലി ബാറ്ററി പൊട്ടിത്തെറിക്കാറുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് സ്മോക്കും കാര്യങ്ങളും വരും. പക്ഷെ അത് പാസ്സായ ഒരു ബാറ്ററി ടെക്നോളജിയാണ്. അപ്പം അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ആക്സിഡന്റ്, ഡാമേജ് എന്തെങ്കിലും ഉണ്ടായാൽ പോലും ബാറ്ററിക്ക് ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും. അപ്പൊ അതെല്ലാം കണ്ടിട്ടാണ് വണ്ടി എടുത്തത് തന്നെ. സാർ അതുപോലെ പഠിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ ടെസ്ല ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വണ്ടികളാണ്. ടെസ്ല ഇലക്ട്രിക് മേഖലകളിൽ ഏറ്റവും കൂടുതൽ
ഒരു പ്രാബല്യം നേടിയ ഒരു ബ്രാൻഡും കൂടെയാണ്. അപ്പം ടെസ്ലയും മാരുതിയും വരെ ഇത് ബ്ലേഡ് ടെക്നോളജി ഉള്ള നമ്മുടെ ഈ ഒരു BYD എന്നാണ് ബാറ്ററി ശേഖരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പം മാരുതി വരെ ഇപ്പോൾ നമ്മുടെ BYDയുടെ ഈ ബാറ്ററിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ സാറേ, ബാറ്ററിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ളതാണ് വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചർ. എനിക്ക് തോന്നുന്നു അഡാസ് ലെവൽ 2 ഉണ്ട്. ഫീച്ചർ ലോഡഡ് ആണ് നമ്മുടെ അറ്റോ 3 എന്ന് പറഞ്ഞ വണ്ടി. ഈ ഒരു വണ്ടി വരുമ്പോൾ സാർ സേഫ്റ്റി പരമായിട്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 7 എയർ ബാഗ് ഉണ്ട് അല്ലേ? 7 എയർ ബാഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എയർ ബാഗും ബാക്കിയുള്ള സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ച് സാർ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? എനിക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ് NCAP എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? NCAP 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ മറ്റേ ടാറ്റയുടെ വണ്ടിയാണ് ഏറ്റവും സേഫ്റ്റി ഫീച്ചർ ഉള്ളത്. 5 സ്റ്റാർ തന്നെ. അതേപോലെ NCAPല് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത്. അപ്പം പിന്നെ അവിടെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ വേണ്ട. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഏറ്റവും സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. പ്ലസ് ഈ അഡാസ് 2 പല സന്ദർഭങ്ങളിലും പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലൂടെ പോകുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാറുണ്ട്. കൊളിഷൻ വാണിംഗ് ഉണ്ട്, ഓട്ടോ ബ്രേക്ക് ചെയ്യും. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിലും വണ്ടി തന്നെ ബ്രേക്ക് ചെയ്യും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. റീസെന്റ് ഒരു കഴിഞ്ഞ ആഴ്ച വരെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നൈറ്റ് ആയിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു സൈക്കിൾ വന്നു, വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തു. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് വണ്ടിയുടെ. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതെ, ഇപ്പം ABS വിത്ത് EVD വരുന്നുണ്ട് അല്ലേ? അപ്പം ട്രാക്ഷൻ കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ സാറേ? ഞാൻ ഇതിന്റെ ചെക്ക് ചെയ്തപ്പോഴാണ്. കാരണം പ്രത്യേകിച്ച് ഒരു അലൂമിനിയം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. BYD എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കുറെ ബ്രാൻഡിങ്. പിന്നെ അതുപോലെ തന്നെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു എയർ ഡാം വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് എല്ലാവരും എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ എയറോ ഡൈനാമിക്സ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേഞ്ച് കിട്ടുന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിൻ്റെ എയറോ ഡൈനാമിക് ഡിസൈനാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ഹെഡ്ലൈറ്റ് വരുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്, അതിന് LED ലാംപ്സ് വരുന്നുണ്ട്. അതേസമയത്ത് ഫോഗ് ലാമ്പിലേക്ക് നോക്കുമ്പോൾ ഫോഗ് ലാമ്പ് ഇല്ല. അപ്പോൾ സാറിന് അത് എപ്പോഴേലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? കാരണം ഫോഗ് ലാമ്പ് ഇല്ലാത്ത ഒരു വണ്ടി, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു തോന്നില്ല. ഫോഗ് ലാമ്പ് നോർമലി യൂസ് ചെയ്യുന്നത് മറ്റേ ഈ പറഞ്ഞ നമ്മളൊരു ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോഴാണല്ലോ. അതെ, അങ്ങനത്തെ യാത്ര പറഞ്ഞ് കൊടൈക്കനാൽ പോയി. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരായിട്ടും സാറിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ സാർ കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ട് ലൈറ്റ് എന്ന് പറയുന്നത് LED ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു റെയിൻ സിറ്റുവേഷൻ, ഒരു മിസ്റ്റി സിറ്റുവേഷൻ, ഒരു ഫോഗ് വരുന്ന സിറ്റുവേഷൻ, ആ സമയത്തൊക്കെ സാറിന് റോഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു വെട്ടം കറക്റ്റ് റോഡിലേക്ക് തന്നെയാണ്, അത് കറക്റ്റ് ആ ഒരു വിസിബിലിറ്റി എല്ലാം ഓക്കെ ആണ്. അല്ല, അത് ചില ടൈമിൽ തോന്നിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. അല്ല, ഈ പറഞ്ഞ പോലെ ഈ മഴ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. നല്ല ഹെവി റെയിൻ വരുന്ന സമയത്ത് വിസിബിലിറ്റി നമുക്ക് കുറവായിട്ട്. വൈറ്റ് ലൈറ്റ്, LED ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നോർമലി എനിക്ക് LED അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം സാറാണെന്നുണ്ടെങ്കിലും അതിന്റെ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അലൂമിനിയം പാർട്സ് ഒക്കെ റെയിലൊക്കെ ഒന്ന് മാറ്റി സ്റ്റൈലിഷ് ആക്കി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അല്ലേ? അതെ സാർ, എല്ലാവർക്കും വളരെ കൗതുകമുള്ള ഒരു സംഭവമാണ് ഈ വണ്ടിയുടെ NFC കാർഡ്, അതുപോലെ തന്നെ കീ ഫോം. അപ്പോൾ സാർ എങ്ങനെയാണ് സാറിന് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ പോവാറ്? കീ യൂസ് ചെയ്ത് തന്നെയാണ്. NFC കാർഡ് സാറിന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ടോ? വളരെ കുറച്ച് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ, എൻ്റെ വാലറ്റിൽ എപ്പോഴും NFC കാർഡ് കാണും. ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഇൻ കേസ് ഇതിലെ ബാറ്ററി എങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് NFC കാർഡ് യൂസ് ചെയ്യാം. ഇൻ കേസ് ചിലപ്പോൾ ഇത് നമ്മൾ മറന്ന് അവിടെ ചില ഓഫീസിലോ വീട്ടിലോ വെച്ച് കാണും, അപ്പോൾ നമ്മൾ ആ കാർഡ് യൂസ് ചെയ്ത് യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകുമല്ലോ, ആ സമയത്ത് മാത്രം അത് ഉപയോഗിക്കും. നമുക്ക് ഈ നമ്മുടെ വാലറ്റിൽ, ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വാലറ്റിൽ ഈ NFC കാർഡ് വെച്ചാൽ മതി, അപ്പം തന്നെ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്ത്, അങ്ങനെയാണോ? അതോ അങ്ങനെയല്ല, നമ്മൾ ആ NFC കാർഡ് യൂസ് ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്യണം. മിററിന്റെ സൈഡിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അൺലോക്ക് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സാറേ, അപ്പം നമ്മൾ ഇന്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. സാറേ, ഇതിനകത്ത് കയറിയപ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു അഴക് എനിക്ക് മനസ്സിലായത്. കാരണം ജിം തീം, ഒരു മസ്കുലാർ ടച്ചാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രമ്മ്, ഡംബൽസ്, നമ്മുടെ ഗിറ്റാറിൻ്റെ സ്ട്രിങ് പോലത്തെ സ്ട്രിങ്സ്, ആ ഒരു തീംസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സാറിന് എന്താണ് ഇതിൻ്റെ ഒരു ഇന്റീരിയർ തീമിനെ കുറിച്ച് പറയാനുള്ളത്? ഒറ്റ നോട്ടത്തിൽ നമ്മൾ സാറിനെ കണ്ട ഒരു വണ്ടി, എല്ലാ വണ്ടികളുടെയും ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത് ഒരുപോലെ ചെറിയ ചെറിയൊരു ചേഞ്ചസ്, വളവ് അങ്ങോട്ട് കൂടെ മാറ്റി വെച്ചാണല്ലോ. ഓക്കെ, ഇത് കയറിയപ്പോഴത്തേക്കാണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. ഇത്ര ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടി ഇന്ത്യയിൽ അവൈലബിൾ ആവില്ല, ഇന്ത്യയിൽ ഇല്ല. അപ്പം ആദ്യമായിട്ട് ഈ വണ്ടി കയറുമ്പോഴത്തേക്കിനും അത് തന്നെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഇന്റീരിയർ തന്നെയാണ് ഭയങ്കര വ്യത്യാസമാണ്. നല്ല രസമുണ്ട്. കാരണം
നമുക്ക് ഈ ഒരു തീമിനോട് ബന്ധപ്പെടുത്താൻ സാറിന് എപ്പോഴേലും ഇതിൻ്റെ എവിടെയെങ്കിലും നമുക്കൊരു വളരെ ഹാൻഡി അല്ല, കാരണം പല സാധനങ്ങളും നമ്മുടെ ഹാൻഡി അല്ല, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, എല്ലാം തന്നെ കംഫർട്ടബിൾ പൊസിഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ഈ ഒരു സ്വിച്ച് പ്ലേസ്മെൻറ്റ് നമുക്കത് ഒരു വെറൈറ്റി ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാറിന് എപ്പോഴേലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സാറ് പറയുന്നത് പല ആൾക്കാരും റിവ്യൂസിൽ നെഗറ്റീവായിട്ട് പറയും, സാർ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാരണം അത്രയും ഈസിയാണ് അല്ലേ ആസ് എ യൂസർ. കാരണം പല ആൾക്കാർ ഈ വണ്ടിയെ ഉപയോഗിക്കാതായിരിക്കും അവർ റിവ്യൂ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇത് സാർ ആസ് എ യൂസർ സാർ പറയുന്നത് പെർഫെക്റ്റ് ആണെന്നാണ് അല്ലേ. BYD എന്ന് പറയുമ്പോൾ ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. ചൈനീസ് പ്രൊഡക്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു 10.25 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇരിക്കുന്നത്. അഡാസ് ഫീച്ചർ, അതിൻ്റെ ഇത് കാര്യങ്ങളെ നാവിഗേഷൻ എല്ലാം വരുന്നുണ്ട്. സാർ ഇത് നാവിഗേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഇത് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ അതായത് ആപ്പിൾ അല്ലാതെ യൂസ് ചെയ്യുന്ന ഫോൺ എല്ലാം തന്നെ മജോറിറ്റിയും ആൻഡ്രോയിഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതേ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇത് ആൻഡ്രോയിഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ മൊബൈൽ എന്ത് ചെയ്യുന്നു, മൊബൈൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നു, ആപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതുള്ളൂ. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മളിവിടെ ഒരു നാവിഗേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നാവിഗേഷൻ ക്രാഷ് ആയി പോകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നാവിഗേഷൻ ആൻഡ്രോയിഡ് ഓട്ടോ ത്രൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ ഇൻബിൽറ്റ് ഒരു നാവിഗേഷൻ ഉണ്ട്, പക്ഷെ അത് ഇതിലായിട്ട് ഇവിടെ എനേബിൾ ആയിട്ടില്ല. അപ്പം ഇതിന്റെ ഒരു സൈഡിൽ ഒരു ഡിസഡ്വാൻറ്റേജ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒരുമാതിരി ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന എല്ലാ വണ്ടിയിലും തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ വണ്ടിക്കും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് അവർ അത് ലോഞ്ച് ചെയ്തിട്ടില്ല. വണ്ടി എടുത്തപ്പോൾ തൊട്ട് അവർ പറഞ്ഞത് ഒരു 3 monthsനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചാലും ഉടനെ ആവും എന്ന് പറയുന്നല്ലാതെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അന്വേഷിച്ചപ്പോഴത്തേക്കിനും ഇന്ത്യ ഗവൺമെന്റിന്റെ കുറെ റെസ്ട്രിക്ഷൻസ് കാരണം അവര് സെർവർ ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ വന്നു. അതുകൊണ്ട് ഇപ്പോഴും പെൻഡിങ് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇതിന് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അതിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ടൈമിൽ അത് ക്രാഷ് ആയി പോകാറുണ്ട്. അപ്പൊ ആ ടൈമിൽ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്കിനും വീണ്ടും അത് കിട്ടും. യൂസർ ഒരു റിവ്യൂലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഇത് ഇവിടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമായിട്ട് കണക്ട് ആവുന്നില്ല, മെർജ് ആവുന്നില്ല എന്ന് പറയുന്നത്. ഇഷ്യൂസ് ഒന്നും തന്നെ ഇതുവരെ ഇല്ല, കണ്ടിട്ടില്ല. ഈ ക്രാഷ് ആവുന്ന ഇഷ്യൂ മാത്രമേ വരുന്നുള്ളൂ. അത് ഫ്രീക്വന്റ് ആയിട്ടില്ല, എപ്പോഴേലും. സാറേ, നമുക്ക് എല്ലാവരും അതുപോലെ തന്നെ ഒരു പറയുന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ഇപ്പോൾ ഇത്രയും നല്ലൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ക്ലസ്റ്റർ ചെറുതാണ്. അപ്പോൾ സാറിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ വളരെ ശരിയാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വളരെ ചെറുതാണ്. ഇനിഷ്യലി അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിച്ചാൽ നമ്മൾ കണ്ടത് നല്ല വലിയ സൈസുള്ള വണ്ടികൾ, വലിയ ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടാണ് നമ്മൾ വണ്ടികൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ആഫ്റ്റർ 1 or 2 weeks കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ടു ആയി, സെറ്റായി. അപ്പം ഇതിപ്പോ നമുക്ക് എല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ചെറിയൊരു ഇതിൽ തന്നെ എല്ലാം കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മൾ ഡേറ്റാസ് എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാർ, നമ്മുടെ സ്റ്റിയറിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഫ്ലാറ്റ് ബോട്ടം ടൈപ്പാണ്, അതിന് പ്രത്യേകം സിന്തറ്റിക് ലെതർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് തന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് സാറേ ഇതിനകത്ത് വരുന്നത്? ഇതിന്റെ ഈ ഒരു പോർഷനിലുള്ള സ്വിച്ചസ് എന്ന് പറയുന്നത് ഇത് ഫുള്ള് മ്യൂസിക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് മ്യൂസിക് സിസ്റ്റവും നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിത് കോള് ആക്സെപ്റ്റ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ്. അതുപോലെ ഇത് നമ്മളെ BYD കോൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണിത്. അതുപോലെ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് മ്യൂസിക്, നെക്സ്റ്റ്, ബാക്ക് എല്ലാം കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. ഈ സൈഡിൽ വരുമ്പോഴത്തേക്കിനും ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷനാണ് ഈ കാണുന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വണ്ടിയിലുള്ളത്. ഒരു വണ്ടിയിൽ നമ്മൾ കണ്ടു കാണത്തില്ല. അത് നമ്മുടെ ഈ ഒരു എന്റർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ലാൻഡ്സ്കേപ്പിലാണ് ഇരിക്കുന്നത്, നേരെ വെർട്ടിക്കലായി. അത് ഈ വണ്ടിയിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ്. അപ്പൊ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ചേഞ്ച് ആവും ഓട്ടോമാറ്റിക്കലി. അതിൻ്റെ അകത്തുള്ള അലൈൻമെന്റ്സ് എല്ലാം, ഐക്കൺസ് എല്ലാം നേരെ തിരിയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ 360 ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ 360 വ്യൂ കിട്ടും. ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ ഓരോ വ്യൂ നമുക്ക് കിട്ടും. ബാക്ക് സൈഡും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
വണ്ടിയുടെ അടിഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആക്ച്വലി അടിയിൽ ക്യാമറ ഇല്ല, പക്ഷേ ഇവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ഫ്രണ്ടിലും ബാക്കിലുള്ള ക്യാമറ എല്ലാം വെച്ച് അവർ ഒരു അലൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അതൊരു ഓപ്ഷൻ. പിന്നെ ഇതിന് ഒരു 3D ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മളിതിങ്ങനെ തിരിച്ച് കാണാൻ പറ്റും. സർ, നമുക്ക് ഇതുപോലെ തന്നെ കമാൻഡിലൂടെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഹായ് BYD, ക്ലോസ് ബ്ലൈൻഡ്. Okay, close the blind. യെസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സംഭവം ഇതേ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിത്തിങ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ കമാൻഡിലൂടെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മ്യൂസിക് ആയിക്കോട്ടെ, ഡോറിൻ്റെ അല്ലേ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, മ്യൂസിക് നമുക്ക് ഓൺ ചെയ്യാം, എല്ലാം നമുക്ക് വളരെ കമാൻഡിലൂടെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി കൺസേണിനെ കുറിച്ച് പറഞ്ഞു. കാരണം അതുപോലെ സേഫ്റ്റി കൺസേണിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ വണ്ടി NCAP റേറ്റിംഗിൽ 5 സ്റ്റാർ ഉണ്ട്. അപ്പം സാറിന് ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് സാറിന് എന്താ പറയുക? ബിൽഡ് ക്വാളിറ്റി നല്ല സ്ട്രോങ് ആണ്. ബോഡി നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ, ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആണ് ബോഡി. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കംഫർട്ടാണ് പ്രധാനം. സാറ് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാറുള്ള ആളാണ്, അല്ലാതെ സാറിൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടി ലോങ് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. സാറ് ഈ ഒരു സീറ്റിൽ ഒരു ആസ് എ ഡ്രൈവർ ഓർ ആസ് എ കോ ഡ്രൈവർ, ആസ് എ പാസഞ്ചർ, ഈ 3 രീതിയിലും വണ്ടി നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കംഫർട്ടിനെ കുറിച്ച് എന്ത് പോസിറ്റീവും നെഗറ്റീവും ആണ് സാറിന് പറയാനുള്ളത്? കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കംഫർട്ട് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഒന്നത് ഇലക്ട്രിക് ആയതുകൊണ്ട് വണ്ടിക്ക് നോയ്സ് ഇല്ല, ഒരു വൈബ്രേഷൻ ഇല്ല. പിന്നെ ഷോക്ക് ആണെന്നുണ്ടെങ്കിലും നല്ല കംഫർട്ടാണ്. ചെറിയ ചെറിയ കട്ടറിൽ വീണാലൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ റോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, വണ്ടിയിൽ പോകുന്നൊരു ഫീൽ തോന്നില്ല. അതെ, അത്രയ്ക്കും നല്ല യാത്ര സുഖം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് നമുക്ക് ഇരിക്കുന്ന സമയത്ത് ലെഗ് സ്പേസ്, ഹെഡ് റൂം. സാറിന് ഫ്രണ്ട്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു 6 അടി പൊക്കമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു ഹെഡ് റൂം, ലെഗ് റൂം സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, ഇതുവരെ ആരും തലയിടിക്കുന്നു അങ്ങനെ ബുദ്ധിമുട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നൊരു വണ്ടിയാണ്. ഈ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത് വരെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സെൻട്രൽ പോർഷനായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് തന്നെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസസ് എല്ലാം നല്ല രീതിയിൽ അവർക്ക് ആ ഡിസൈനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇരുന്ന് പോകുന്ന പൊസിഷൻ, കാരണം ആ വിൻഡോ ലൈൻ, ആ ഒരു വിൻഡോ ലൈനും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ റോഡ് വിസിബിലിറ്റി, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല റോഡ് വിസിബിലിറ്റി ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. നമുക്കിത് സീറ്റ് ഡ്രൈവർ സീറ്റ് ആണെന്നുണ്ടെങ്കിലും 6 അഡ്ജസ്റ്റബിൾ ആണ്, കൂട്ടാൻ കുറയ്ക്കാം. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും, നമുക്ക് സീറ്റ് ഹൈറ്റും എല്ലാം കൊണ്ടുവരാൻ പറ്റും. ഡ്രൈവർ സൈഡ് ചെയ്യാം. ഒരാൾ ഒരു റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്, നമ്മൾ ഉറപ്പായിട്ടും ഒരു യൂസർ റിവ്യൂവിൽ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം കൂടെയാണ്. കാരണം ഒരു ബാക്കിലിരിക്കുന്ന പാസഞ്ചർ, അദ്ദേഹത്തിൻ്റെ വിൻഡോ ലൈൻ ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് അപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പുറത്തെ വിഷ്വൽസ് അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു വിൻഡോ ലൈൻ സാറിന് എപ്പോഴേലും ആരെങ്കിലും ഇപ്പം ബാക്കിലിരിക്കുന്ന അതിൽ എപ്പോഴേലും ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ പല ആൾക്കാരും റിവ്യൂസിൽ ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ യൂസർ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് നേരിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. നമുക്ക് തൈ സപ്പോർട്ടിനെ കുറിച്ചാണ് എന്താ ചോദ്യം. കാരണം നമ്മൾ ഈ സീറ്റിൽ ബാക്കിലിരിക്കുന്ന സമയത്തും ഫ്രണ്ടിലിരിക്കുന്ന സമയത്തും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ തൈ സപ്പോർട്ട്. ആ ഒരു തൈ സപ്പോർട്ട് സാറിന് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? സഫീഷ്യന്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വണ്ടിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ 2 വണ്ടി കമ്പാരിസൺ ചെയ്തായിരുന്നു. ആ 2 വണ്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും എല്ലാം തൈ സപ്പോർട്ട് കൂടുതലുണ്ട് ഈ വണ്ടിക്കുണ്ട്. സാറേ, വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ പവർ വരുന്നത് 204 bhp പവറാണ്. അതുപോലെ തന്നെ 310 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വരുന്നത്. ഇത്രയും പവർഫുൾ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ആസ് എ ഒരു യൂസർ എന്ന നിലയ്ക്ക് സാറിന് ആ ഒരു ഫൺ ഡ്രൈവ് കിട്ടുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പല സാഹചര്യങ്ങൾ വരാറുണ്ട് അല്ലെ. പെട്ടെന്നായിരിക്കാം ഒരു വണ്ടി ഒരു ഓവർടേക്ക് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. ഈ 3 മോഡുണ്ട്, 3 മോഡുണ്ട്, എക്കോണമിക്, പിന്നെ നോർമൽ, പിന്നെ സ്പോർട്സ്. 3 മോഡുണ്ട്. ശരി, സാർ സ്പോർട്സ് യൂസ് ചെയ്യാറുണ്ടോ?
ചില ടൈമിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഒരു എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും തിരക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യാറുണ്ട്. അത് വളരെ കുറച്ച് മാത്രം നോർമൽ മോഡിലേ പോകാറുള്ളൂ. നേരത്തെ ഒരു യൂസർ നമ്മുടെ ഇതിനകത്ത് കമന്റ് ചെയ്ത ഒരു സംഭവമാണ്, അദ്ദേഹത്തിന് നോർമൽ ഇട്ട് തന്നിട്ട് നല്ല പവർ കിട്ടുന്നുണ്ട്, അദ്ദേഹം ഒരിക്കലും ഒരു സ്പോർട്സിലേക്ക് പോകാറില്ല. അപ്പം ഈ ആ നോർമൽ മോഡ് തന്നെ നല്ല പവർഫുൾ ആണ് അല്ലേ? അതെ അതെ അതെ, ഭയങ്കര പവർഫുൾ ആണ്. അതുകൊണ്ട് സ്പോർട്സ് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അതുപോലെ ഓവർടേക്കേണ്ടി വന്നാൽ മാത്രം, അതും ഈ നോർമലി തന്നെ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ഇപ്പൊ പെട്ടെന്ന് ഓവർടേക്കിംഗ് എല്ലാം നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സാറിന് എപ്പോഴെങ്കിലും എവിടെയും ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലാഗ് ഫീൽ ചെയ്യുന്നത് നമ്മളൊരു നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റം കയറുന്ന സമയത്ത് ലാഗ് അല്ല, ഒന്ന് ഒരു പവർ കുറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പേടിക്കുന്ന വണ്ടി പോയിക്കോളും, പക്ഷെ ആ ഒരു സ്പീഡ് നന്നായിട്ട്. അതായത് ഈ റണ്ണിങ്ങിലുള്ള കയറ്റമല്ല പറയുന്നത്, നമ്മളിപ്പോ ഏതെങ്കിലും റിസോർട്ടിൽ എവിടെ പോകുമ്പോൾ നല്ല കുത്തനെ കയറ്റം കാണുമല്ലോ, ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ മാത്രം വണ്ടി ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് കയറി പോകാറില്ല. ഓക്കെ, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ബാറ്ററിയെ കുറിച്ച്. അപ്പം 60.7 kW അത്രയും പവറുള്ള ബാറ്ററി പാക്കാണ്. ബ്ലേഡ് ടെക്നോളജിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജിങ് നമുക്ക് കമ്പനി തരുന്നത് 7 kW ബാറ്ററി ചാർജറും പിന്നെ അതുപോലെ തന്നെ 3 kW പോർട്ടബിൾ ചാർജറും തരുന്നുണ്ട് അല്ല? അത് കമ്പനി അതിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. ഞാൻ മേടിച്ചപ്പോഴത്തേക്കും കമ്പനി ഇതിന്റെ കൂടെ തന്നെ വണ്ടി ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഈ ഒരു ചാർജർ വെച്ചിട്ട് നമുക്ക് സാറിന് എത്ര നേരം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സാറിന് കിട്ടാറുണ്ടോ? അതെ, പറഞ്ഞ പോലെ 2 ടൈപ്പ് ചാർജർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 3 kW ചാർജറിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോർട്ടബിൾ ചാർജറാണ്. അതിലാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നിയർ അബൌട്ട് ഒരു 26-28 അവേഴ്സ് എടുക്കും. സമയം എടുക്കും. അതെ, അതൊരു എമർജൻസിക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചാർജറാണ്. പിന്നെയുള്ളത് നമുക്ക് അവർ ഒരു AC ചാർജറാണ് തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു 8 kW എന്തോ വരുന്നുണ്ട്. അത് നമ്മൾ വീട്ടിൽ അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്നതാണ്. അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റില്ല, ഫിക്സഡ് ആയിരിക്കും അത്. അപ്പൊ അതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജ് ആയാലും 8 അവേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പം നോർമലി ഞാനൊരു 50% ആകുമ്പോൾ തന്നെ ചാർജിന് ഇടാറുണ്ട്. അപ്പം ഒരു 3 to 4 hours നമുക്ക് ചാർജ് ആവും. സാറ് കൂടുതലും ഓവർനൈറ്റ് ആണോ ചാർജ് ചെയ്യാറ് അതോ പകലാണോ? എങ്ങനെയാണ് സാറിന് ചാർജിങ് പ്ലാൻ? ഓവർനൈറ്റ് ചാർജ് ചെയ്യും. സാറേ, ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരു 80 kW DC ചാർജർ, അത് ഒരു ഫാസ്റ്റ് ചാർജിങ് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഫാസ്റ്റ് ചാർജിങ് എപ്പോഴും ചെയ്തിട്ടുണ്ടോ? അതെ, പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതായത് ലോങ് ട്രിപ്പ് പോകുമ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പം DC ചെയ്തിട്ടുണ്ട്. കൂടുതലും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് 22 kW 30 kW ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് ടൈം കൂടുതൽ എടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ആ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള ടൈം, നമുക്കൊരു 100 കിലോമീറ്റർ പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ടൈം എടുത്ത് മാത്രമേ ചാർജ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. ഓക്കെ, സാറ് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. പല സ്ഥലത്ത് നമ്മൾ വണ്ടിയായിട്ട് പോകാറുണ്ട്. കേരളത്തിന് പുറത്തും പോകാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതാണ് ചാർജിങ് സ്റ്റേഷൻസ്. ആ ചാർജിങ് സ്റ്റേഷൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എപ്പോഴേലും വണ്ടി പെട്ട് കിടന്നിട്ടുണ്ടോ? എപ്പോഴേലും ചാർജിങ്ങിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ തന്നെയാണ് ഈ ചാർജിങ് എന്ന് പറഞ്ഞ സംഭവം. അപ്പം അത് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വണ്ടിക്ക് 480 ആണ് കമ്പനി പറയുന്ന മൈലേജ്. ഫുൾ ചാർജിൽ 480 കിലോമീറ്റർ ഓടും. അപ്പം കേരളത്തിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ചാർജ് ചെയ്യേണ്ട ആവശ്യം വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഈ ഒരു ചാർജിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രം പോയിട്ട് വരാം, അല്ലെങ്കിൽ എറണാകുളം പോയിട്ട് വരാം, തൃശ്ശൂർ വരെയൊക്കെ പോയിട്ട് വരാറുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇതിന്റെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ പറയുന്ന DC ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിനകത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്ററിനുള്ളിൽ തന്നെ പല കമ്പനിയുടെയും ചാർജിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ലോങ് പോകുമ്പോഴാണ്, ലോങ് ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, 2 times പോയിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂർ നമ്മൾ വയ്യ കോയമ്പത്തൂർ സേലം വഴി പോകുന്നു. ഓൺ ദ വേ എല്ലാം തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഒരേ കാര്യമേ ഉള്ളൂ, നമ്മൾ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യുക. പോകുന്നതിന് മുമ്പ് ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഓൺ ദ വേയിൽ നമ്മളൊരു 2 times ചാർജ് ചെയ്യേണ്ടി വരും. ബാംഗ്ലൂർ പോകണമെങ്കിൽ 2 times ചാർജ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊന്ന് നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ചാർജ് തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഒരു 30% വരുമ്പോൾ തന്നെ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ എത്തുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്തോളുക. അല്ല, 1-2 റീസൺ എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം വേറെ ഏതെങ്കിലും വണ്ടി ചാർജിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. ചിലപ്പോൾ അവര് ചാർജ് ചെയ്യാൻ ചിലപ്പോൾ 1 hour എടുക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും.
പിന്നെ രണ്ടാമത്തെ റീസൺ ചിലപ്പോൾ അവിടെ പവർ ഫെയിലിയറോ ഇല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഫൈനലിൽ ലാസ്റ്റ് ഒരു 5% ഉള്ളൂ. അപ്പോൾ ആ ചാർജ് പ്ലാൻ ചെയ്ത് പോയി കാണും. ചിലപ്പോൾ അവിടെ ഈ ഇഷ്യൂസ് കാണും. അടുത്ത ചാർജിങ് സ്റ്റേഷന് മിനിമം ഒരു 10% നമുക്ക് ചാർജ് വേണ്ടി വരും. അവിടെ നമ്മൾ ബുദ്ധിമുട്ട് വരും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടില്ല. ഇത് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. സാർ ഇതുവരെ വഴി കടന്നിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. മധുരൈ ഭാഗമൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട്. അവിടെ ഒന്നും ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ശരിക്കും പ്ലാൻ ചെയ്ത് വേണം പോകാൻ. വണ്ടിയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഒരു എയർക്രാഫ്റ്റിലൊക്കെ ഉള്ള പോലത്തെ ഒരു സെറ്റിങ്സ് ആണ്. മൊത്തത്തിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതെ, കോക്പിറ്റ് പോലെ തോന്നുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ കണ്ട ഓപ്ഷൻസ് ഇതാണ് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സ്വിച്ചാണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പോൾ ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനകത്ത് ഇതിനകത്ത് സ്റ്റാൻഡേർഡും ഹൈയിലും വരുന്നുണ്ട്. സാർ ആ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? സാറിന് ആ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആ ലാഗ് വന്ന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇടുമ്പോൾ തോന്നിയിട്ടുണ്ടോ? ഞാൻ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ട്, ഒരുപാട് ചാർജ് കുറഞ്ഞിരുന്ന ഒരു ടൈമിൽ നമുക്കൊന്ന് മൈലേജ് കിട്ടാനായിട്ട് അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെയും ഇതിനു മുമ്പ് വേറെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ആ വണ്ടികളിൽ ഇത് ഓൺ ചെയ്തിടുമ്പോഴത്തേക്കിനും വണ്ടി ഭയങ്കരമായിട്ട് ബ്രേക്ക് പിടിക്കുന്ന ഫീൽ ഉണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ അതില്ല, ഈ വണ്ടിയിലില്ല. അത് വളരെ ചെറുതായിട്ട് സ്പീഡ് കുറയാറുള്ളൂ. അങ്ങനെ അത്ര ഫീൽ ചെയ്യത്തില്ല. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യാറില്ല. റീജനറേറ്റീവ് ബ്രേക്കിംഗ് പർപ്പസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? വളരെ കുറച്ച് ചാർജ് ഉള്ളൂ, കുറച്ച് കൂടെ ഒന്ന് എത്താനായിട്ടുണ്ട് വീട്ടിലോട്ടോ അല്ലെങ്കിൽ അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ പോകാനായിട്ട് കുറച്ചുകൂടെ പോകാനുണ്ടെന്ന് അങ്ങനെ 1-2 സമയത്ത് അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതങ്ങ് ഓൺ ചെയ്തിട്ട് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങളൊരു കൊടൈക്കനാൽ ട്രിപ്പ് പോയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ടൈമിൽ ടോട്ടൽ ഒരു 280 കിലോമീറ്റർ കണ്ടാണ് ചങ്ങനാശ്ശേരി പോകുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ മല കയറുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് കുറയും. ഇതിനുകൊണ്ട് ഒരുപാട് പവർ എടുക്കുന്നുണ്ടല്ലോ, പവർ എടുക്കുമ്പോഴത്തേക്ക് കുറയുന്നുണ്ട്. അപ്പോൾ ഓൺ ദ വില് ഒന്ന് ചാർജ് ചെയ്യേണ്ടി വന്നു നമുക്ക്. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ഫുൾ ഇറക്കമാണ്. കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇറക്കമാണ്, തിരിച്ച് നമ്മൾ ഇവിടെ കുമളിയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഇറക്കമാണ്. ആ ടൈമിൽ ഇതും നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓൺ ചെയ്തിട്ടു. അപ്പം വണ്ടിയുടെ ഫുൾ 480 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. തിരിച്ച് ഞങ്ങൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നപ്പോഴും ലാസ്റ്റ് 392 റേഞ്ച് കാണിച്ചു. 280 കിലോമീറ്ററിൽ ഓടിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് 392 കാണിച്ചു കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 80 കിലോമീറ്ററിനുള്ള ചാർജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇത് ഓൺ ചെയ്തിട്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ സാർ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ആണ് റേഞ്ച്. കാരണം കമ്പനി തന്നെ പറയുന്നത് 521 കിലോമീറ്റേഴ്സ് ഓഫ് റേഞ്ച് ആണ് ഒരു ചാർജിങ്ങിൽ പറയുന്നത്. ഇപ്പൊ സാറ് പറയുന്നത് അത് 480 എന്നുള്ള ഒരു റേഞ്ച് സാറ് പറഞ്ഞിരുന്നു നേരത്തെ. എന്താണ് ആ റേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ഈ 521 എന്ന് പറയുന്നത് എനിക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നമ്മളുടെ ARAA പറയുന്ന പോലെ വേറെ WTC അങ്ങനത്തെ ഒരെണ്ണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജിങ് ആണ് 521 പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ 495 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സാറേ, MGയുടെ വണ്ടി ഞാൻ പല റിവ്യൂ ചെയ്തിട്ടുണ്ട്. MG തന്നെ അഷ്വർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ MGക്ക് അവർ പറയുന്ന കിലോമീറ്റർ കറക്റ്റ് റേഞ്ച് കിട്ടും. സാറിന് ഈ കമ്പനി പറയുന്ന കറക്റ്റ് റേഞ്ച് എപ്പോഴും അങ്ങനെ കറക്റ്റ് കിട്ടാറുണ്ടോ? പറയുന്ന റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു മറ്റേ IC വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര മൈലേജ് കിട്ടുമെന്ന് പറയും, 21 എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്നത് 16, 17, 18 അങ്ങനെ. പിന്നെ അതേപോലെ വണ്ടി മൈലേജ് കിട്ടാൻ നമ്മൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പൊ മാത്രമേ കിട്ടാറുള്ളൂ. അതേപോലെയാണ് ഈ വണ്ടിയുടെ കേസ്. നമ്മൾ ഡേ ടൈമിലൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ചൂട് കാരണം ഇതിന്റെ ഫാനൊക്കെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ആ സമയത്തൊക്കെ മൈലേജ് നമുക്ക് കുറയും. നൈറ്റ് ടൈം ഒക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന മൈലേജ് നമുക്ക് 480 ഒരു 460 പ്ലസ് നമുക്ക് കിട്ടും. അല്ലാതെ ഡേ ടൈമിലാണെങ്കിൽ നമുക്കൊരു 440 എബോവ് നമുക്ക് കിട്ടാറുണ്ട്. ആ ഒരു കറക്റ്റ് ആ റേഞ്ചിൽ സാറ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. സാറേ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 ഇയർ ക്രോസ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ 1 ഇയർ ക്രോസ് ചെയ്യുമ്പോൾ സാറിന് പലതവണ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചിട്ടുണ്ട്. അപ്പോൾ സാർ ഈ വണ്ടി ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. സാറിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നേരത്തെ ഈ വണ്ടി എടുക്കുമ്പോഴും അല്ലാതെ എടുക്കുന്നതിന് മുമ്പുള്ള കറണ്ട് ചാർജിൻ്റെ വ്യത്യാസം? എത്ര രൂപയോളം കറണ്ട് ചാർജിന് കൊടുക്കുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. കാരണം എന്തായിരിക്കും വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്. സോളാർ വെച്ച് അത് കാരണം ഇപ്പം ഒരു ചെലവില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കാൽക്കുലേഷൻ പറഞ്ഞാൽ 1 കിലോമീറ്ററിന് 1 രൂപ. വീട്ടിൽ നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് 1 രൂപ എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് എടുക്കാം.
ഓ യെസ് യെസ് അതായത് 60 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. ഇത് ഫുൾ ചാർജിന് നമുക്ക് 60 യൂണിറ്റ് എടുക്കും. യെസ് 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 അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 രൂപ ഒരു യൂണിറ്റിന് ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 480 കിലോമീറ്റർ ഓടും. യെസ് 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 480 ആവും. വണ്ടി അത്രയും തന്നെ നമുക്ക് കിട്ടും. ഏകദേശം 1 രൂപ റേഞ്ചാണ് നമുക്ക് വരുന്നത്. കറക്റ്റ് കറക്റ്റ്. അപ്പോൾ ഒരു മാസം എനിക്ക് 2000 കിലോമീറ്റർ ഓടുവാണെങ്കിൽ കറണ്ട് ബില്ല് 2000 രൂപ കൂടും. സോളാർ എത്രയാണ്? 5.5 കിലോ വാട്ട്, അങ്ങനെ 3 കിലോ വാട്ട് എന്നൊക്കെ പറയുന്നത്. എത്ര കിലോ വാട്ടിനാണ് സോളാർ വെച്ച്? ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു 9 കിലോ വാട്ടിന്റെ 9 കിലോ വാട്ടിന്റെ സോളാറാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം സാറിന് ഈ ഇലക്ട്രിക് വണ്ടിയായിട്ട് ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ? അതെ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ, അങ്ങനെ നമ്മുടെ കീയുടെ ആ ഒരു എനിക്കൊന്ന് കാണിച്ചു തരാമോ? ആ കീയുടെ സ്പെഷ്യാലിറ്റീസ്. ഇതാണ് നമ്മളുടെ കീ. ഓക്കെ, ഇതിൽ 2-3 ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മാറി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ബട്ടൺ, ഇത് ശരിക്കും അൺലോക്കിൻ്റെ ബട്ടണാണ്. ഓക്കെ, ഇത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിൻഡോ എല്ലാം തന്നെ നമുക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് ലോക്ക് ബട്ടണാണ്. ഇത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ്സ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വിൻഡോസ് എല്ലാം തന്നെ ക്ലോസ് ആയിക്കോളും. പിന്നെ ഈ ബട്ടൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഒരു ചൂടത്ത് കിടക്കുകയാണ്, നമ്മൾ കയറുമ്പോഴത്തേ ചൂടായിരിക്കുമല്ലോ. ഇത് നമ്മൾ കുറച്ച് നേരം ഒരു 5 സെക്കൻഡ്സ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്റ്റാർട്ടായി AC ഓണായി പോകും. നമുക്കൊരു നമ്മുടെ കേരളത്തിലെ ചൂട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ പർപ്പസ്ഫുൾ ആണ് അല്ലേ? പർപ്പസ്ഫുൾ ആണ്. അതെ, ഓൺ ചെയ്ത് കഴിഞ്ഞൊരു 3-4 മിനിറ്റ്സ് കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കും അകത്ത് ഇച്ചിരി ഒന്ന് കൂളായിട്ട് നിൽക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാർ, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ അലോയ് വീല് ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു ടയറും കൂടാണ്. അറ്റ്ലസ് ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ടയർ വരുന്നുണ്ട്. 18 ഇഞ്ച് ടയറാണ്. ആ ഒരു ടയർ, ആ ഒരു ക്വാളിറ്റി സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ടയറിന്റെ ഒരു മേ ബി അതും കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ പോലെ യാത്രാസുഖം, കംഫർട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. മേ ബി ഇതും വൺ ഓഫ് ദ റീസൺ ചാൻസ് ഉണ്ട്. അതെ. ഓക്കെ സാർ, നമുക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടിയുടെ ആ ലെയിൻ കീപ്പ് അസിസ്റ്റന്റിന്റെ ഒരു അക്യുറസി അതെങ്ങനെ തോന്നിയിട്ടുണ്ട് സാർ? അത് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമോ സംഭവം? ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ റോഡുകൾക്ക് അത് പ്രായോഗികമാണോ എന്നറിയില്ല. ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ലെയിൻ കീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 വേയിലും 3 ട്രാക്കും 2 ട്രാക്കിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. പല സ്ഥലത്ത് നമ്മുടെ ലൈൻ എല്ലാം മാഞ്ഞു കിടക്കും. ആ സമയത്ത് അത്ര റിലയബിൾ അല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലൈൻ ഡിറ്റക്ട് ചെയ്ത് പോവാണല്ലേ? അതെ, ഡിറ്റക്ട് ചെയ്ത് പോവാണ്. ഓക്കെ സാറേ, നമുക്ക് അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 175 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സാർ സ്വാഭാവികമായിട്ടും കുറേ സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആളും കൂടെയാണ്. എപ്പോഴേലും അടി ഇടിക്കുന്നതായിട്ട് എപ്പോഴേലും തോന്നിയിട്ടുണ്ട്? ഇല്ല, നമ്മുടെ നോർമൽ ഹമ്പൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ചില സ്ഥലത്ത് ഭയങ്കര ഹെവി ആയിട്ട്, അതിപ്പോൾ വലിയൊരു ഇന്നോവ പോയാൽ പോലും ഒരു തട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഓക്കെ സാർ, ഇന്നോവയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇന്നോവയെക്കാളും വിട്ട് കൂടിയൊരു വണ്ടിയാണ്. കാരണം അത്രയും സൈസുള്ള വണ്ടി. കാരണം നമുക്കൊരു ഐസൈറ്റ് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇന്നോവയെക്കാളും വിട്ടാണ് അല്ലേ? അപ്പോൾ അത് ആ ഒരു സ്പേസ് നമുക്ക് ശരിക്കും സാറിന് ഈ വണ്ടിക്ക് ഉള്ളിൽ ഫീൽ ചെയ്യില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ബാക്ക് സീറ്റിൽ 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ഒരു കൊച്ചുകുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പേർക്കും ബാക്കിൽ ഇരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ബൂട്ട് സ്പേസ്. അപ്പോൾ ഈ ബൂട്ട് സ്പേസ് സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഞാനത് തുറന്ന സമയത്താണ് ഒരു എക്സ്ട്രാ സ്പേസും കൂടെ അതിനകത്ത് കണ്ടിരുന്നു. സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട് ബൂട്ട് സ്പേസ്? അല്ല, നല്ല സ്പേസ് ആണ്. അതായത് നമുക്ക് കൂടുതൽ ലഗേജ് ഉള്ള സമയത്ത് നമുക്ക് അടിയിലൊരു ട്രേ ഉണ്ട്. ആ ട്രേ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 25% കൂടെ എക്സ്ട്രാ നമുക്ക് സ്പേസ് കിട്ടുന്ന ഒരു ഫീല് നമുക്കതിൽ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് സാറിപ്പോൾ ഈ ഓരോ ഡ്രൈവിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ഹാൻഡിൽ തിരിക്കുന്നതിൻ്റെ ബ്യൂട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് സ്മൂത്ത് ആയിട്ടാണ് സാർ അത് തിരിക്കുന്നത്. സാർ ആ ഹാൻഡിലിങ്ങിനെ കുറിച്ച് മറ്റു വണ്ടിയായിട്ട് കമ്പാരിസൺ പറയും, സാറിന് എന്താ സൂപ്പർ സ്മൂത്താന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, സൂപ്പർ സ്മൂത്ത് ആണ്. സ്റ്റിയറിംഗ് അത്ര ടൈറ്റ് അല്ല. ഓക്കെ, എന്നാൽ ഒരു നമ്മൾ ഈ ഓവർ സ്പീഡ് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത് വേണം താനും. ഓക്കെ, അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ ടൈറ്റ്നസ് ഉണ്ട്. ഒരു വണ്ടിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മാത്രമല്ല അല്ലേ? നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. സാറിന് എന്ത് നെഗറ്റീവ്സ് ഒക്കെയാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വണ്ടിയെ പറ്റി അധികം നെഗറ്റീവ്സ് പറയാനില്ല ആക്ച്വലി. എന്നുവെച്ചാല് വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു വണ്ടിയാണ്. എനിക്ക് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, ആറ്റോ 3 എന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല യാത്രാസുഖമുണ്ട്. പിന്നെ നല്ല പവർ ഉണ്ട്.
പിന്നെ സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. ഓക്കെ. ഇപ്പം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അത് കാരണം വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതിൽ അഡീഷണൽ ഒരു 2-3 ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് സജഷൻസ് പറയാനുള്ളത്? ഒരു റെയിൻ സെൻസിങ് വൈപ്പർ. ഓക്കെ ഓക്കെ. അതിപ്പം അഡ്വാൻസ് വണ്ടിയിലെല്ലാം അത് വരുന്നുണ്ട്. അത് ഇതിലില്ല. പിന്നെ രണ്ടാമത് ഒരു സബ് വൂഫറിന്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉള്ള എല്ലാ വണ്ടിയിലും ആംപ്ലിഫയർ സബ് വൂഫർ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം അത്ര മോശമൊന്നുമല്ല. പക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് ഇവര് സപ്ലൈ ചെയ്യുന്ന ഒരു ചാർജർ മുമ്പ് പറഞ്ഞ പോലെ മറ്റേ AC ചാർജർ. അപ്പൊ അതൊരു 8 കിലോവാട്ടിന്റെ ചാർജറാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് വെച്ചാൽ അവര് പറയുന്നത് അത് സേഫ്റ്റി ഫീച്ചറിന് വെച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മള് നൈറ്റ് ഓവർനൈറ്റ് ആണല്ലോ ചാർജ് ചെയ്യുന്നത്. അപ്പം ഇൻ കേസ് അത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു NFC കാർഡ് ഉണ്ട്. അത് ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ മെഷീൻ ഓൺ ആകത്തുള്ളൂ. അപ്പൊ നമ്മള് രാത്രി ഓവർനൈറ്റ് ചാർജ് ചെയ്തിട്ട് നമ്മൾ കിടക്കും. നമ്മുടെ നാട്ടില് കറണ്ട് പോകുന്നത് പതിവാണ്. നൈറ്റ് ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വരും. കറണ്ട് പോയി പവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും മെഷീൻ ഓൺ ആകത്തില്ല. പിന്നെ നമ്മൾ വന്ന് ഇത് ടാപ്പ് ചെയ്യണം. ചിലപ്പോൾ രാത്രി 1 മണിക്കോ 2 മണിക്കോ ആയിരിക്കും ചിലപ്പം പവർ പോകും. നമ്മളത് അറിയുന്നില്ല. അപ്പൊ നമ്മള് പിറ്റേ ദിവസം ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പവർ പോയിട്ട് വന്നു. ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. നമുക്ക് ടെൻഷൻ ആകാം. പ്രാവശ്യം അതുപോലെ പറ്റിയിട്ടുണ്ട്. സാറിന്റെ ചോയ്സ് ഇത് പ്രൈമറി കാർ ആയിട്ടാണോ അതോ സെക്കൻഡറി കാർ ആയിട്ടാണോ? ഞാനിപ്പം രണ്ടും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി സെക്കൻഡറി. ഈ വണ്ടി വന്നതിൽ പിന്നെ വേറെ ഒരു വണ്ടിയും നമുക്ക് ഓടിക്കാനായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു കംഫർട്ട് തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു മെയിൻ സംഭവം ഞാൻ പറയുന്നത് വണ്ടിയുടെ എയർ പ്യൂരിഫിക്കേഷനെ കുറിച്ചാണ്. കാരണം ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കും പൊതുവെ വരുന്ന പുതിയ ന്യൂജൻ വണ്ടികൾക്കെല്ലാം പ്യൂരിഫിക്കേഷൻ മസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സാറിന് ഇതിനൊക്കെ എയർ പ്യൂരിഫിക്കേഷൻ ഉണ്ടോ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇതിനകത്ത് വളരെ ശ്രദ്ധിച്ച സംഭവമാണ്. ഇതിലേക്ക് നോക്കിയാൽ അറിയാം PM 2.5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുകയാണ്. ആ ഒരു ടെക്നോളജി, ആ ഒരു എയർ പ്യൂരിഫയിങ് ടെക്നോളജി, അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? അതായത് മറ്റേ വണ്ടിക്കകത്തുള്ള പൊല്യൂഷൻ, അതായത് അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട് 50 or 55 എന്നാണ്. അതിന്റെ മേലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇതിന്റെ എയർ പ്യൂരിഫിക്കേഷൻ തന്നെ ഓൺ ആയിക്കോളും. അതാണ് ഈ 2.5 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള എയറിന്റെ ഡസ്റ്റും അതിന്റെ മറ്റേ ഇതല്ലാതെ നല്ല ക്ലീൻ എയർ ആക്കി മാറ്റുക ചെയ്യുന്നത്. ആ ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓൺ ആയിക്കോളും. ഇനി അതല്ല നമുക്കത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വാറണ്ടിയെ കുറിച്ചാണ്. ബാറ്ററിക്ക് കമ്പനി വരുന്നത് 8 years ഓർ 1,60,000 കിലോമീറ്റർ. അത്രയും വരുന്നുണ്ട് അല്ലേ? 1,60,000 കിലോമീറ്റർ വരെ വാറണ്ടി കിട്ടുന്നു. പ്ലസ് മോട്ടറിനും എല്ലാം തന്നെ വണ്ടി അത്രയും വാറണ്ടി കൊടുക്കണം. നമ്മുടെ ഈ വണ്ടിയുടെ പ്രൈസ് എത്രയാണ് വരിക? ഇതിന്റെ ഞാൻ എടുക്കുന്ന സമയത്ത് ഓൺ റോഡ് വരുമ്പം 36.2 എന്നാണ്. 36.2 ആണ് വണ്ടിയുടെ സർവീസ്. നമുക്ക് ആ ഒരു ട്രസ്റ്റ് വർത്തി സർവീസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരു പ്രോഡക്റ്റ് എടുക്കുകയുള്ളൂ. പക്ഷേ ആ സർവീസ് നമുക്ക് പല ആൾക്കാരും പറയാറുണ്ട്. സർവീസ് സ്റ്റേഷൻ്റെ സ്കെയർസിറ്റി, ഷോറൂമിൻ്റെ സ്കെയർസിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. സാറിന് എപ്പോഴാണ് സർവീസിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂയിൽ വരേണ്ടതില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് അവർക്ക് ചെയ്യാനൊന്നുമില്ല. ടൈമിൽ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ഫ്ലൂഡ് ചെയ്യുക, അതുപോലെ വൈപ്പറിന്റെ ഫ്ലൂഡ് ഒക്കെ ഉണ്ടല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. സാർ ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ വണ്ടിക്ക് ഓടിയിട്ടുണ്ട്? ഒരു വണ്ടി 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ ഓടി. ഇനിയും സാറ് 20,000 ആദ്യത്തെ സർവീസ് ചെയ്തു. ഇനി എപ്പോഴാണ് അടുത്ത സർവീസ്? 40,000. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു 5,000 കിലോമീറ്ററിലെ ഒരു ഫസ്റ്റ് ഒരു ചെക്കപ്പ് പോലെ. പിന്നെ 20, 40, 60 അങ്ങനെയാണ്. ആദ്യത്തെ സർവീസിനാണെങ്കിലും അത് 20,000 സർവീസിന് 1,900 രൂപയാണ് ബില്ല് വന്നത്. 1,940 രൂപയാണ് ബില്ല് വന്നു. അതിലും വന്നത് അലൈൻമെന്റിനാണ്. അലൈൻമെന്റ് ചെക്ക് ചെയ്തപ്പോൾ 1,200 വന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 800-900 രൂപയുടെ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BYDയുടെ Atto 3 എന്ന് പറയുന്ന വണ്ടിയുടെ യൂസർ റിവ്യൂ വീഡിയോ ആണ്. ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത്. സാർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ ഒത്തിരി പേർക്ക് ഗുണകരമാവും. എല്ലാവരും ഈ വണ്ടി എടുക്കട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു സോ മച്ച് സാറേ.